ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഇത്തിരി വിഷമിപ്പിക്കുന്ന ഒരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇവിടെ ഒരു റോസാ ചെടിയാണ് നിൽക്കുന്നത്. ഇതിനകത്ത് സൂക്ഷിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് ഒരാളെ കാണാൻ പറ്റും. കണ്ടോ? ഒരു ഓന്തിൻ്റെയൊക്കെ കണക്കിരിക്കുന്ന ഒരാൾ. ഓന്തായിരിക്കും ചിലപ്പോൾ ഇത്. എനിക്കറിയത്തില്ല കറക്റ്റായിട്ട് ഇതെന്താണ്. ഞാൻ ആദ്യമായിട്ടാണ് ഇതിനെ കാണുന്നത്. അപ്പോൾ ഇത് ഞാൻ സൗദിയിലെ അബഹയിലാണ്. ഞങ്ങളുടെ ചെറിയൊരു അടുക്കളത്തോട്ടമാണിത്. അപ്പോൾ ഞാൻ ഇന്ന് വൈകിട്ട് ഇവിടെ വെള്ളം ഒഴിക്കാൻ ഇറങ്ങാറുണ്ട്. അപ്പോൾ ഞാൻ മിനിഞ്ഞാന്ന് വൈകിട്ട് തണക്ക് വെള്ളം ഒഴിക്കാൻ ഇറങ്ങിയപ്പം ഇതുപോലൊരാൾ ഇവിടെ ചത്ത് കിടപ്പുണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു, സാധാരണ ഇവിടെ പൂച്ചയാണെങ്കിൽ കിളികളെയൊക്കെ പിടിച്ച് കൊന്നിടാറുണ്ട്. നമ്മൾ കാണത്തില്ല, കൊന്നൊക്കെ കഴിഞ്ഞ് ട്ടായിരിക്കും നമ്മൾ കാണുന്നത്. എന്നിട്ട് കണ്ടിട്ട് കാര്യമില്ലല്ലോ. പിന്നെ അത് മാത്രമല്ല, അതൊരു പ്രകൃതിയുടെ നിയമവും കൂടിയാണ്. അപ്പോൾ നമ്മളതിനകത്തൊന്നും ചെയ്യാനില്ല. അപ്പോൾ ഇവിടെ കിടക്കുമായിരുന്നത്. അപ്പോൾ എനിക്ക് തിരക്കായിരുന്നതുകൊണ്ട് ഞാൻ വെള്ളം ഒഴിച്ചിട്ട് പെട്ടെന്ന് കയറിപ്പോയി. ഇന്നലെ ഓണപരിപാടിയുടെയൊക്കെ തിരക്കായിരുന്നു. അതുകൊണ്ട് ഇന്നലെ ഞാൻ പുറത്തേക്ക് ഇറങ്ങിയില്ല. ഇന്നിപ്പം വെള്ളം ഒഴിക്കാൻ ഇറങ്ങിയപ്പോഴാണ് ഇത് കാണുന്നത്. ആദ്യം മനസ്സിലായില്ല. ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയപ്പോഴാണ് മനസ്സിലായത് ഇങ്ങനെ ഒരാളെ. ആ ഇലയുടെ കളറും ആളുടെ കളറും ഒക്കെ ഏകദേശം ഒരുപോലെയാണ്. അപ്പം ആ ചത്തുപോയ ആളുടെ പാർട്ട്ണർ ആയിരിക്കാനാണ് ചാൻസ്. കാരണം മെനഞ്ഞാന്ന് ചത്തുപോയതാണ്. ഇന്നിപ്പോൾ 3 ദിവസമായി. എന്നിട്ട് പോലും അത് ഇവിടെ നിന്ന് പോകാതെ ഇവിടെ തന്നെ ഇരിക്കുക. ഇങ്ങനെ ഈ ടൈപ്പ് ജീവിയെ ഞാൻ ഇതിനു മുന്നേ ഇവിടെ കണ്ടിട്ടില്ല. ഞാൻ കരുതിയത് ഓന്താണോ അതോ ഇനി ഉടുമ്പാണോ എന്താണെന്നൊന്നും എനിക്ക് മനസ്സിലായില്ല. ഞാൻ ആദ്യം കരുതി ഈ ചത്തതിനെ എടുത്ത് ആ തിട്ടയിലോട്ട് വെക്കാം. അറ്റ്ലീസ്റ്റ് അത് കുറച്ച് ദിവസമെങ്കിലും അത് കണ്ടോട്ടെ, അതിൻ്റെ വേദന മാറത്തില്ല എങ്കിലും എന്ന് വിചാരിച്ചു. പിന്നെ വിചാരിച്ചു അതിലെപ്പോഴും പൂച്ച പോകുന്നതാണ്. അതിനെ കണ്ടിട്ട് ഇദ്ദേഹത്തെയും കൂടെ പിടിച്ച് കൊന്നാലോ എന്ന് പേടിച്ചിട്ട് ഞാൻ പിന്നെ അതിനെ എടുത്ത് ദൂരെ കളഞ്ഞു. ഞാൻ ആദ്യം വിചാരിച്ചത് മനുഷ്യരുടെ ഇടയിലെ ഈ വിരഹദുഃഖമൊക്കെ ഉള്ളൂ എന്നാണ്. പിന്നെ നമ്മൾ ചില വീഡിയോയിലൊക്കെ പൂച്ചയും പട്ടിയുടെയൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷേ എന്നാൽ ഇത്രയും ചെറിയ ജീവികൾക്കിടയിലും ഇങ്ങനെയുള്ള വിഷമങ്ങളൊക്കെ ഉണ്ടോയെന്ന് ഞാൻ ഒരു നിമിഷം ചിന്തിച്ചു പോയേ. ഇതിപ്പോൾ 3-ാമത്തെ ദിവസം, എന്നിട്ട് പോലും അത് അതിൻ്റെ പാർട്ട്ണറെ വിട്ടു പോകാതെ ഇവിടെ തന്നെ ഇരിക്കുവാണ്. എന്താ അല്ലേ? എനിക്ക് ഒത്തിരി വിഷമം തോന്നി കണ്ടിട്ട്. നിങ്ങൾക്ക് എന്താ തോന്നുന്നത്?